സാധാരണ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ് ഞാൻ രാവിലെ നേരത്തെ എണീക്കാറുള്ളത്. ബാക്കി എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ പുലർച്ചെ ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ എണീക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും. സോ എനിക്ക് രാവിലെകൾ ഒരിക്കലും കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുതെന്ന് കരുതിയിട്ട് ഞാൻ മിക്ക ദിവസവും കുറച്ച് നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ചാർലിക്ക് പതുക്കെ പോയാൽ മതി. അതുകൊണ്ട് തന്നെ അവൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ കളറായിരിക്കും. അതുകൊണ്ട് ഞാൻ നേരെ തന്നെ ഒരു ചായ ഉണ്ടാക്കി. ആൻഡ് എനിക്കാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള ചായ പറ്റത്തില്ല. എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു തേങ്ങ ചട്നി ഉണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തേങ്ങ അത്യാവശ്യം നല്ല വില ഉണ്ട്. പക്ഷെ അതൊന്നും നോക്കിയില്ല. ഇന്ന് ദോശയ്ക്ക് എന്തായാലും തേങ്ങാ ചമ്മന്തി തന്നെ ഉണ്ടാക്കാന്ന് കരുതി. നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടല്ലേ. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നുള്ളത് ഈ വെളിച്ചെണ്ണ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ വന്ന സമയത്ത് 8 ഡിഗ്രിയൊക്കെ ആയിരുന്നു കേട്ടോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടുവെള്ളത്തിലിട്ട് ഉരുക്കിയാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയായിട്ടില്ല. കാരണം ഇപ്പം ടെമ്പറേച്ചറിൽ അത്യാവശ്യം നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചായ ആറുന്ന ഗ്യാപ്പിൽ ഞാൻ എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്നത് പോലത്തെ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കി. എനിക്കുണ്ടല്ലോ അത്യാവശ്യം നല്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. 8ൽ താഴെയാണ് കേട്ടോ കൗണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീക്കുന്ന ദിവസങ്ങളിലൊക്കെ ടെറസ് പോയിട്ട് വെയിൽ കൊള്ളാറുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഓവർഫ്ലോ ആയിട്ട് ടെറസൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കിളികളുടെ സൗണ്ടും പിന്നെ നല്ല പ്രകൃതി രമണീയതയൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്നു. പക്ഷേ സൺലൈറ്റ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു മഴമൂട്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാർലി കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് അവൻ്റെ ചായ എടുത്ത് ടെറസിലോട്ട് വന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് വീട്ടിലോട്ടൊക്കെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കുറേ നേരം അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ രണ്ടുപേരും ടെറസിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്പെൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. ചാർലിക്കാണെന്നുണ്ടെങ്കിൽ ഇറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം താഴത്തോട്ട് വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ പോയിരുന്ന് കഴിക്കാനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ നിന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ടേസ്റ്റ് ഉണ്ട് ചട്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അവൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ കാലത്തിന് ശേഷം കഴിക്കണോണ്ടാ തോന്നുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചട്നിക്ക് ഒരു പ്രത്യേക രുചിയുള്ളത് ഏട്ടാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് പ്ലേറ്റ് കഴുകാൻ പോലും ടൈം ഉണ്ടായിരുന്നില്ല. ചാർലി വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ദോശ ഉണ്ടാക്കി കഴിച്ചു. ഇനി ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് കരുതി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടെറസിനോട് ചേർന്നിട്ട് ഒരു മുരിങ്ങമരം നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഒരു മുരിങ്ങ ഹെയർ പാക്ക് ഉണ്ടാക്കിയിടണം എന്നുള്ളത്. കാരണം ഒരു സമയത്ത് ഞാൻ എൻ്റെ മുടി ഷോൾഡറിനേക്കാളും മുകളിലോട്ട് വെട്ടിയ സമയത്ത് ഈ ഒരു മുരിങ്ങ പാക്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല രീതിയിൽ ലെങ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇനി ഹെയർ കെയർ ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുരിങ്ങക്കായായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇല ഭയങ്കര കുറവായിരുന്നു. ഉള്ള ഇല കുറേയൊക്കെ മൂത്തതുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ പാക്കിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ള കുറച്ച് ഇലകളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ താഴത്തോട്ട് പോയി ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ സൺഡേസിലാണ് കേട്ടോ തുണി വാഷ് ചെയ്യാറുള്ളത്. ഞങ്ങളുടെ താഴത്തെ ക്വാർട്ടേഴ്സിലുള്ള ഒരു ദീദി കുറച്ച് പൊടിച്ചമീൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ അത് തന്നെ പറയാൻ കേട്ടോ കരുതുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കിയിട്ടാണ് തന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ അതങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് ഞാൻ തന്നെ നിന്ന് കുറച്ച് നേരം വൃത്തിയാക്കി. ഇതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറുതായതുകൊണ്ട് വൃത്തിയാക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തല മാത്രം ഞാൻ നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിയത്, എവിടെ പോയത് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ഷോർട്ടായിട്ട് ഇടാം.